നേതാക്കന്മാരുടെ മുഖഭാവങ്ങൾ പോയൊരു പോക്ക് നോക്കണേ. ഇന്നലെ വരെ എന്തൊരു സന്തോഷമായിരുന്നു. തന്ത്രി കഴിഞ്ഞ ദിവസം ചട്ടിയിലായതിനു പിന്നാലെ ഓരോരുത്തരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ ഏറ്റവും വേണ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ പൊടുന്നനെ മരണപ്പെട്ടു പോയാൽ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷമുണ്ടല്ലോ, ആ സംഘർഷത്തിന്റെ മുഖഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ആ പ്രസന്നത മുഴുവൻ പോയി. 7 സ്റ്റാർ ഹോട്ടലിൽ പോയി ആർത്തുല്ലസിച്ച് എനർജറ്റിക് ആയിട്ട് വന്നവർ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ കാണണം. ഇന്നത്തെ അവസ്ഥ കാണിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇന്നലകളിലും ഇവർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായി സീരീസ് ഓഫ് വാർത്താ സമ്മേളനമാണല്ലോ. അതിൽ വിദേശ പിരിവിന് പോയിരിക്കുന്ന സതീശന്റെ ഫേസ്ബുക്ക് അപ്ഡേഷൻ മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് ചെന്നിത്തല, KC വേണുഗോപാൽ, K മുരളീധരൻ 3 പേരുടെ മുഖഭാവം കൊണ്ട് കോൺഗ്രസുകാരിലെ നേതാക്കന്മാരുടെ ഏറ്റവും അടുത്ത വ്യക്തി അപ്രതീക്ഷിതമായി മരണപ്പെട്ടു എന്ന് തന്നെ തോന്നും. അപ്പോൾ നമുക്ക് ആ മുഖഭാവങ്ങളുടെ വ്യത്യാസം 2 ദിവസത്തെ ദൃശ്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താം. ചെസ് നമ്പർ 1, KC വേണുഗോപാൽ ഓൺ ദ സ്റ്റേജ് മുതൽ തുടങ്ങി ആന്റണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വരികയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു യുദ്ധം വീറോടെ നയിച്ച് നിലംപരിശായി പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റന്റെ വിലാപകാവ്യം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടപ്പോൾ. അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് നമ്മുടെ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് പേരുകളൊന്നും അന്ന് കഴിഞ്ഞില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും എന്ന് ഉറപ്പുവരുത്തുക. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അതനുസരിച്ച് കൃത്യമായ അന്വേഷണം നടത്തി എത്തേണ്ടവർക്ക് എത്തണം. കൃത്യമായി ഈ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ അന്വേഷണം പോകുന്നതാണ്? അല്ല, അത് ഇതിന്റെ വിശദാംശങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ പ്രതികരിക്കാൻ. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ ആളുകൾ നിയമത്തിന് വിധേയരാകണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു. കണ്ടല്ലോ, ഇതിനേക്കാൾ ദയനീയമാണ് ഉസ്മാൻജി. ഏലസൊക്കെ വേസ്റ്റ് ആയല്ലോ എൻ്റെ അയ്യപ്പ എന്ന മനോഭാവത്തിൽ ചെസ് നമ്പർ 2, രമേശ് ചെന്നിത്തല ഓൺ ദ സ്റ്റേജ്. BJP തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത് ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. അപ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ തമ്മിലുള്ള ധാരണയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നലെ പോലും അദ്ദേഹം ചാനലിലിരുന്ന് പിണറായി വിജയനെ ന്യായീകരിക്കുകയായിരുന്നു, CPM-നെ ന്യായീകരിക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹം ഇപ്പോൾ BJP-യിലേക്ക് മുതലെടുത്ത നിലപാട് എല്ലാവർക്കും വ്യക്തത ഉള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. കണ്ടല്ലോ, നമ്മളെ കൂടി കരയിച്ചു കളയും. ആകെ സങ്കടത്തിലാണ്. അമ്മ മരണപ്പെട്ട സന്ദർഭത്തിൽ പോലും ചെന്നിത്തലയെ ഈ മുഖഭാവത്തിൽ കാണാൻ കഴിഞ്ഞില്ല. കഷ്ടമായിപ്പോയി. നെക്സ്റ്റ്, K മുരളീധരൻ ഓൺ ദ സ്റ്റേജ്. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെന്റ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ആര് കുറ്റം ചെയ്താലും അയ്യപ്പന്റെ സ്വർണ്ണം എടുത്താൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അതിൻ്റെ മറവിൽ ചില രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. കണ്ടല്ലോ, ഇനി നിങ്ങൾ പറയും പറഞ്ഞത് കള്ളമാണ്. ആ പ്രസന്നതയൊക്കെ പോയി. വീണ്ടും വയനാട്ടിലെ ആ 7 സ്റ്റാർ റിസോർട്ടിൽ കൊണ്ടുപോയി 2 സ്പായൊക്കെ ചെയ്താൽ മാത്രമേ ഇനി ഉണർന്നു വരുള്ളൂ എന്നാണ് തോന്നുന്നത്. വളരെ ദയനീയ അവസ്ഥയിലാണ്. കടുത്ത ആത്മവിശ്വാസത്തോടുകൂടി ചുരമിറങ്ങി വന്ന് ശബരിമല വച്ച് കത്തിക്കാം, പോറ്റിയെ കേറ്റിയെ പാടാമെന്നൊക്കെ കരുതി ഇരുന്നിടത്താണ് അയ്യപ്പൻ ഈ പണി കൊടുത്തത്. എന്ത് ചെയ്യും? അയ്യപ്പന് പോലും ഇവരെ വേണ്ടാത്ത അവസ്ഥയാണല്ലോ എന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഇവരെ കുറിച്ച് പറഞ്ഞു പോകേണ്ടി വരികയാണ് എൻ്റെ അയ്യപ്പ.